അല്ല എനിക്കിപ്പോൾ ആരോടും വാദിച്ച് ഉം. ജയിക്കാനോ, ആളുകളെ ബോധ്യപ്പെടുത്താനോ ഒന്നും എനിക്കൊരു ശ്രമവുമില്ല. എനിക്ക് ബോധ്യമായ കാര്യം ഞാൻ പറയുന്നതേ ഉള്ളൂ. വേണമെങ്കിൽ കേട്ടാൽ മതി, കേട്ടില്ലെങ്കിൽ എനിക്കൊരു വഴക്കുമില്ല. ഞാനൊന്നും ചെയ്യുന്നില്ല അത്തരത്തില്. ഒരു കാര്യത്തെ പറ്റിയും ഭയമില്ലാത്ത മനുഷ്യനാണല്ലേ? അതാണ് ഭയമില്ല. ഇപ്പൊ മരിച്ചു തന്നെ ഇപ്പോഴത്തെ മരിച്ചു പോകുമെന്ന് എനിക്കറിയാവുന്ന കാരണം കൊണ്ട് ആ എന്തിന് പേടിക്കണ്ടേ? ഇപ്പോഴത്തെ ഈ ജീവിതം തന്നെ അതാണ് ഇപ്പൊ മലയാളികളെ സംബന്ധിച്ച് ഏറ്റവും അത്ഭുതം. അതായത് ഒരു പ്രത്യേക ഘട്ടത്തിൽ ഫാമിലിയെ പിരിച്ചുവിടുന്നു. പിന്നെ അതിനുശേഷം വീടില്ലാതെ എങ്ങനെ ആ ഒരു ആത്മവിശ്വാസം എങ്ങനെയാണ്? അതായത് ഇപ്പൊ നമുക്ക് നാളെ വീടുണ്ടാവും അല്ലെങ്കിൽ ഒരു ഒരു മുറി ഉണ്ടാവും എന്നുള്ളൊരു വിശ്വാസം എങ്ങനെയാ സംഭവിക്കുന്നത്? അപ്പുറത്തൊരു മനുഷ്യനുണ്ടെങ്കിൽ ഞാൻ അയാളോടൊത്ത് ജീവിക്കാനാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. ഞാൻ അഡാപ്റ്റ് ചെയ്യാൻ അറിയാവുന്ന ആളാണ്. എൻ്റെ കൂടെ ഒരാൾ ജീവിക്കേണ്ട ആവശ്യമില്ല. ഞാൻ എല്ലാവരുടെയും കൂടെ ജീവിക്കുന്ന ആളാണ്. ഞാൻ ഇയാളുടെ കൂടെ ജീവിക്കുമ്പോൾ ഇയാളുടെ കൂടെ ഞാൻ ജീവിക്കുന്നത്. ഇയാൾ എൻ്റെ കൂടെ ജീവിക്കാനായിട്ട് ഞാൻ നിർബന്ധിക്കാറില്ല. അപ്പോൾ എന്നെ ആൾക്കാരെ സംബന്ധിച്ചോളം അവരുടെ എക്സ്റ്റൻഷനായിട്ട് അനുഭവിക്കും. അന്യരില്ല എനിക്ക്. പരിചയമില്ലാതെ ഇരിക്കുന്ന അയാൾ പരിചയപ്പെട്ട് കഴിയുമ്പോൾ അന്യരല്ലാതാവും.